നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് വുഡ് അതുപോലെ വിനീറുകൾ ഒക്കെ പോളിഷ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ കാണിക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ മരങ്ങൾ പോളിഷ് ചെയ്യുന്നത്, അതുപോലെ വിനീർ എന്ന് പറയുന്ന ഫിനിഷിംഗ് മെറ്റീരിയൽ, പ്ലൈവുഡിൻ്റെ മേലെ വിനീർ അടിച്ച് പോളിഷ് ചെയ്യുന്ന വിവിധതരം പോളിഷിംഗ് മെത്തേഡുകളുണ്ട്. അത് പ്രധാനമായിട്ടും ഹാൻഡ് പോളിഷ്, അതായത് പോളിഷുകൾ, അതുപോലെ ടച്ച് വുഡുകൾ, അതുപോലെയുള്ള നിരവധി PU, മെലാമിൻ എന്ന് പറയുന്ന നിരവധി മെറ്റീരിയലുകൾ പോളിഷിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ മെറ്റീരിയലുകൾക്കും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സാൻഡിങ് സീലർ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുക എന്നത്. അങ്ങനെ ഈ സാധാരണയായിട്ട് അടിക്കുന്നത്, വുഡിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടച്ച് വുഡ്, വാർണിഷ്, പോളിഷുകളിൽ തന്നെ PU പോളിഷ്, മെലാമിൻ പോളിഷ്, അങ്ങനെയുള്ള നിരവധി പോളിഷിംഗ് മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ളതാണ് PU പോളിഷ് എന്ന് പറയുന്നത്. അതുപോലെ അത്ര തന്നെ ലൈഫ് വരുന്നില്ലെങ്കിലും മെലാമിൻ പോളിഷും ഏകദേശം അതിനടുത്ത് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് മെലാമിൻ പോളിഷുകൾ. അതുപോലെ ടച്ച് വുഡ് പോലെയുള്ള, വാർണിഷ് പോലെയുള്ളതൊക്കെ അടിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം 2 വർഷം 3 വർഷമൊക്കെ എൻ്റെ ഗ്ലേസിങ്ങും തിളക്കവും ഫിനിഷിങ്ങും നിലനിൽക്കും. എന്നാൽ നമ്മൾ വെള്ളമൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് PU പോളിഷ്, പോളിയൂറിത്തിൻ പോളിഷുകൾ എന്ന് പറയുന്നത്. അതിന് 10 വർഷമോ 12 വർഷമൊക്കെ ലൈഫ് വരുന്നതാണ്. വെള്ളത്തിൽ നിന്നൊക്കെ ഈ മരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് പോളിയൂറിത്തിൻ പോളിഷുകൾ. അതിൽ മെലാമിനും ഇതുപോലെ തന്നെയുള്ളതാണ്. ഈ മെലാമിനും പോളിയൂറിത്തിനും നമുക്ക് സ്പ്രേ ആയിട്ട് കംപ്രസറിൽ സ്പ്രേ ചെയ്താണ് ചെയ്യാറ് സാധാരണ. അതുപോലെ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം ചെയ്തു വരുമ്പം ഇൻക്ലൂഡിങ് മെറ്റീരിയൽ ലേബർ അടക്കം മെലാമിൻ ഏകദേശം 80 രൂപ 90 രൂപ ആ റേഞ്ചിൽ സ്ക്വയർ ഫീറ്റിന് വില വരും. PU പോലെയുള്ളത് വന്നിട്ട് ഏകദേശം 120 രൂപ മുതൽ 150 വരെയൊക്കെയുള്ള ഇത് വരും. നമ്മളത് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പ്രൊസീജിയറും അനുസരിച്ചാണ് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ വരിക. നമ്മൾ എത്ര കനത്തിലാണോ അടിക്കുന്നത് എന്നതിനനുസരിച്ചാണ് അതിൻ്റെ നിലവാരവും ഗുണമേന്മയും നിലനിൽക്കുന്നത്. ആദ്യമായിട്ട് ഒരു വുഡിനെ പോളിഷ് ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്, വുഡിനെ നമ്മൾ എവിടെയാണ് പോളിഷ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സർഫേസ് ക്ലീൻ ചെയ്യുക. അത് സാൻഡ് പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്യാം, തിന്നർ ഉപയോഗിച്ച്, പഴയ പോളിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്, തിന്നറിട്ട് NC തിന്നറോ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അത് ക്ലീൻ ചെയ്തതിന് ശേഷം സ്മൂത്തായിട്ടുള്ള പേപ്പർ ഇട്ട് ഉരച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമുക്ക് സാൻഡിങ് സീലർ അടിച്ചു കൊടുക്കേണ്ടത്. ഈ സാൻഡിങ് സീലർ നമ്മൾ അടിച്ചു കൊടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം പേപ്പറിട്ട് അടിച്ച സാൻഡിങ് സീലറിനെ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ശൽക്കങ്ങളും നാരുകളും പൊളികളും പൊളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയെങ്കിൽ മാത്രം അടുത്ത ബേസ് കോട്ട് അടിക്കുക. അല്ലെങ്കിൽ വീണ്ടും സാൻഡിങ് സീലറിട്ട് വീണ്ടും സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് ഇതിനെ സ്മൂത്താക്കി എടുക്കാം. ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതലത്തിൻ്റെ അനുസരിച്ചാണ്. ഉദാഹരണത്തിന് നല്ല നാരുള്ള മരമൊക്കെ ആണെങ്കിൽ നമ്മൾ കട്ടി കൂടിയ തരികളുള്ള സാൻഡ് പേപ്പറുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. 80-ൻ്റെയോ അതുപോലെ 60-ൻ്റെയോ 50-ൻ്റെയോ ഒക്കെ പേപ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് ഉരച്ച് സ്മൂത്താക്കാൻ പറ്റും. എന്നാൽ വിനീർ പോലുള്ള വളരെ നേരിയ പ്രതലങ്ങളുള്ള, നേരിയ ലെയറുകളുള്ള ഷീറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനൊരു 120-ൻ്റെയോ 160-ൻ്റെയോ സാൻഡ് പേപ്പറുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഉരച്ച് സാൻഡിങ് സീലർ വെച്ച് ഉരച്ച് സ്മൂത്താക്കിയതിന് ശേഷമാണ് ബേസ് കോട്ട് സീലർ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ബേസ് കോട്ട് സീലറിലാണ് നമ്മൾ ഇതിൽ ചേർക്കേണ്ട കളറുകൾ. വേണമെങ്കിൽ കളറുകൾ ചേർക്കാം. കളറുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്റ്റെയിനറുകളാണ്.
സ്റ്റെയിനറുകൾ ഉപയോഗിച്ച് നമുക്ക് പോളിഷിൽ ലൈറ്റായിട്ടുള്ള വുഡുകളെ ഡാർക്ക് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ബേസ് കോട്ട് സീലർ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ടോപ്പ് കോട്ടായിട്ടുള്ള ഫൈനൽ കോട്ടായിട്ടുള്ള പോളിഷ് ഉപയോഗിക്കുന്നത്. ഈ ബേസ് കോട്ടും ടോപ്പ് കോട്ടും പോളിഷിങ് പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. ആ ബേസ് കോട്ട് ഇല്ലാതെ ടോപ്പ് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ പോളിഷിന് ലൈഫ് കുറയും. അപ്പം പല പോളിഷുകാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ബേസ് കോട്ട് അടിക്കാതെ ടോപ്പ് കോട്ട് അടിക്കുന്ന രീതി. അപ്പോൾ ടോപ്പ് കോട്ടിൽ സ്റ്റെയിനർ ചേർത്ത് അടിക്കുന്ന രീതി ചിലർ ചെയ്യാറുണ്ട്. ടോപ്പ് കോട്ടിൽ സ്റ്റെയിനർ ചേർക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ശരിക്കും അതിൻ്റെ യഥാർത്ഥ എഫക്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബേസ് കോട്ടിൽ തന്നെ സ്റ്റെയിനർ ചേർക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു നോർമൽ ലൈറ്റായിട്ടുള്ള കളർ വുഡിനെ നമുക്ക് നല്ല ഡാർക്കാക്കി മാറ്റണമെങ്കിൽ കൂടുതൽ സ്റ്റെയിനർ ആവശ്യമാണ്. അങ്ങനെ വരുന്ന പക്ഷം നിങ്ങൾ സ്റ്റെയിനർ ഡയറക്റ്റ് വുഡിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും അതിൻ്റെ നല്ലത്. കാരണം കറക്റ്റ് സ്പ്രെഡിങ് വന്നിട്ടില്ലെങ്കിൽ പല ഭാഗത്തും കളർ കുറഞ്ഞും കൂടിയും ഒക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം സീലറിൽ നമ്മളത് മിക്സ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് കിട്ടും. നോർമലായിട്ട് അത്ര പരിചയമില്ലാത്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ചെയ്യുവാണെങ്കിൽ സീലറിൽ തന്നെ ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ ഈ കാര്യം ചെയ്യുന്നത് എന്തിനാണെന്നും ഓരോ പ്രൊസീജിയർ എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. അതുപോലെ അത്യാവശ്യം ഇങ്ങനെയുള്ള വർക്കുകൾ കണ്ടു പരിചയിക്കുകയോ ചെയ്തവരാണ് ഇങ്ങനെയുള്ള ഹൈ ക്വാളിറ്റിയുള്ള പോളിഷുകൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ വിഷ്വൽസിലേക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാഴ്ചകളാണ് ഈ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ക്ലീൻ ചെയ്ത പ്രതലത്തിൽ വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ സാൻഡിങ് സീലർ അടിക്കുന്നതാണ് ഈ വിഷ്വലിൽ കാണുന്നത്. ചോക്ക് പൗഡറും കളർ പൗഡറും മിക്സ് ചെയ്ത് വിനീറിന് മാച്ചാകുന്ന രീതിയിൽ അതിൽ സുഷിരങ്ങളും ആണികളുടെ പാടുകളും ചിപ്പിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫില്ല് ചെയ്യുന്ന യൂഷ്വലാണ് നിങ്ങളിവിടെ കാണുന്നത്. പലതരം കളറുകൾ റോസൈന, ബേർഡ്സൈന, ഓക്കെ യെല്ലോ ഇങ്ങനെയുള്ള പല കളറുകൾ ചോക്ക് പൗഡറുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട വുഡിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. കളർ ചേർത്ത ചോക്ക് പൗഡർ ഉപയോഗിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം സീലർ അടിച്ച് സാൻഡിങ് സീലർ അടിച്ച് വീണ്ടും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിനെ ഉരച്ച് കളയുന്ന രീതിയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ സർഫേസ് എല്ലാം നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഗ്രെയിൻസ് കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് തെളിഞ്ഞ് കിട്ടും. സാൻഡിങ് സീലർ അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും പേപ്പറിട്ട് സാൻഡിങ് സീലർ ഉരച്ച് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് കളയുന്നതാണ് നിങ്ങൾ വിഷ്വലിൽ കാണുന്നത്. അടുത്തതായിട്ട് കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് ബേസ് കോട്ട് സീലർ ഉരച്ച് കളഞ്ഞ വൃത്തിയായ സർഫേസിൽ ബേസ് കോട്ട് സീലർ അടിക്കുന്നതാണ് നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്നത്. ബേസ് കോട്ട് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ സാൻഡ് പേപ്പർ ചെറിയ രീതിയിൽ റഫ്നെസ് വരുത്തിയതിന് ശേഷം മെയിൻ കോട്ടായിട്ടുള്ള പോളിഷ്
മെലാമിൻ പോളിഷ് അല്ലെങ്കിൽ PU പോളിഷ് അതിൻ്റെ മേലെ അടിച്ചു കൊടുക്കുന്നു. ഇതാണ് ഫൈനൽ പ്രൊസീജിയർ. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ പോളിഷിംഗ് പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആവും. ബ്രഷ് കൊണ്ട് പോളിഷ് ചെയ്യുന്നതിനേക്കാൾ സ്മൂത്ത്നെസ്സും ഫിനിഷിങ്ങും കംപ്രസർ ഗൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നതിനാണ് കൂടുതൽ സ്മൂത്ത് ആയിട്ട് ലഭിക്കുക. അങ്ങനെ നമ്മുടെ പോളിഷിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ പാടെ അല്പം വെറ്റ്നെസ് പോലെ ഉണ്ടാകും. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഫുള്ള് ഡ്രൈ ആകുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ബോർഡറുകൾ, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ബോർഡറുകളിൽ പേപ്പറുകൾ ഒട്ടിച്ച് ആംബ്രോ ടേപ്പ് അല്ലെങ്കിൽ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് അതിൻ്റെ അരികുകളെ കവർ ചെയ്ത് വെക്കുന്നത് മറ്റു തരത്തിലുള്ള ക്ലീനിങ് പ്രൊസീജിയർ നമുക്ക് കാര്യമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ടാകുകയില്ല. ആ രീതിയിൽ കവർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ ഈ പോളിഷ് കാര്യങ്ങളൊക്കെ നമുക്ക് NC തിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. തറയിലോ മറ്റോ വീണിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റെയിനർ ട്രിഫൈഡ് ടൈൽസ് പോലെയുള്ള സർഫേസിലൊക്കെ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് ആളുകൾ കാണുന്നതിൽ വലിയൊരു ഭൂരിപക്ഷം ആളുകൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നത്. ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.